ഇന്നത്തെ കാലത്ത് ആർക്കാണ് ചെറിയ കാര്യങ്ങളൊക്കെ വേണ്ടത്? എല്ലാവർക്കും വലിയ ആൾക്കാരാവണം, എല്ലാവർക്കും വലിയ അച്ചീവേഴ്സ് ആവണം, എല്ലാവർക്കും വളരെ എലീറ്റായിട്ടുള്ള രംഗത്തൊക്കെ എത്തണം, എല്ലാവർക്കും ഒരുപാട് പണം സമ്പാദിക്കണം, ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഏത് ഫീൽഡിലാണ് സാറേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ലോകത്ത് കുട്ടികൾ അതൊക്കെ ആഗ്രഹിക്കുന്നതും അങ്ങനെ സ്വപ്നം കാണുന്നതും ഒന്നും തെറ്റല്ല. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ പ്രായത്തിൽ ടീനേജിലൊക്കെ അവരിൽ ഉണ്ടായിരിക്കേണ്ട ഫൗണ്ടേഷണലായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഇന്ന് മിസ്സിംഗ് ആണ്. ഈ ക്വാളിറ്റീസ് ഇല്ലെങ്കിൽ കരിയറിലൊന്നും വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ കുറച്ച് ഡിഗ്രികളോ കുറച്ച് ഏതെങ്കിലും കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പഠിച്ചതുകൊണ്ടോ നമുക്ക് അറിയാമല്ലോ, നമ്മൾ വിദേശത്തെ പോലും ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച പലരുമൊക്കെ ലോക പരാജയമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വാ തുറക്കുമ്പോൾ അറിയാം അതിൻ്റെ കാര്യം എന്താണ്, അല്ലെ അവരുമായിട്ട് പെരുമാറുമ്പോഴേ അറിയാം അതിൻ്റെ കാര്യം എന്താണ്. ഉണ്ടാവേണ്ട ചില പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചെറിയ പ്രായത്തിൽ കുട്ടികളിൽ എത്തിക്കാനായിട്ട്, കുട്ടികളിൽ മാത്രമല്ല നമ്മളിലും അത് എത്തിച്ച് കുട്ടികളിലും അത് എത്തിക്കാനായിട്ട് ഒരു ഒരു പരിശ്രമം വളരെ ആവശ്യമാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികളും പേരൻസും ഒക്കെ ധാരാളമായിട്ട് ഈ കരിയർ ഗൈഡൻസൊക്കെ സീക്ക് ചെയ്യുന്നൊരു ടൈമാണ്. പലപ്പോഴും പുതിയ ഒരുപാട് കുട്ടികളെ കാണാനുള്ള സാഹചര്യങ്ങളും പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങളും പല കുടുംബങ്ങളുമായിട്ടും ഇടപെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്കൊരു കരിയറിന് വേണ്ടി ഒരു കുട്ടിയെ ഗൈഡ് ചെയ്യേണ്ട ഒരു ടൈം വരുമ്പോൾ പേരൻസ് പലപ്പോഴും അവരുടെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് പറയുന്നത്. പക്ഷേ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനോടൊപ്പം തന്നെ അവരിലുണ്ടായിരിക്കേണ്ട ചില ആറ്റിറ്റ്യൂഡുകളും ചില സ്കിൽസും അതുപോലെ തന്നെ അവരിലുണ്ടായിരിക്കേണ്ട പല തിരിച്ചറിവുകളും ഒക്കെ വളരെ പ്രധാനമാണ്. പലപ്പോഴും ഒരു 18 വയസ്സിന് മുമ്പ് ഒരു കുട്ടിയിൽ രൂപപ്പെടുത്തി എടുക്കേണ്ട കാര്യങ്ങൾ പലതും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് അക്കാഡമിക്കായിട്ടുള്ള കഴിവുള്ളത് കൊണ്ടോ ടാലൻ്റ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മാർക്കുള്ളത് കൊണ്ടോ മാത്രം ഒരാൾ വിജയിക്കുമോ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരുപാട് സ്കിൽസ് അവർക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് പേരൻസിൻ്റെയും കുട്ടികളുടെയൊക്കെ ഒരു അറിവിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു ബേസിക്കായിട്ട് നമുക്കൊരു റെസ്പെക്റ്റ് വേണം നമ്മളോടും മറ്റുള്ളവരോടും. പലരും ട്രെയിനബിൾ അല്ലെന്നുള്ളതാണ് പ്രധാനം. നമുക്കിപ്പോൾ ഒരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു വഴി കാണിച്ചു കൊടുക്കാനോ ഒക്കെ കഴിയണമെങ്കിൽ തന്നെ അവർക്ക് സീക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം, ഒന്ന് രൂപാന്തരപ്പെടാനുള്ളൊരു മനസ്സ് വേണം, കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. പല കുട്ടികളിലും ആ ഫാക്കൽറ്റീസ് ഒന്നും വർക്ക് ചെയ്യുന്ന പോലുമില്ല. അവർക്ക് അവരോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഇല്ല. അവനവനോടൊരു റെസ്പെക്റ്റ് ഉണ്ടെങ്കിലാണല്ലോ അവനവനെ പുതുക്കണമെന്നോ അവനവനെ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കണമെന്നും കുറച്ചുകൂടെ വലിയ ലക്ഷ്യത്തിലെത്തിക്കണമെന്നും ഒക്കെ തോന്നുന്നു. അതിന് തന്നെ ഒരു മെൻ്റൽ ഇമോഷണൽ ഹെൽത്തൊക്കെ വളരെ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ഫോർ സെൽഫ് ആൻഡ് അതേഴ്സ് ഇത് പല കുട്ടികളിലും മിസ്സിംഗ് ആണ്. എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ഇത് മിസ്സിംഗ് ആണെങ്കിൽ ഒരു കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർക്കൊരു ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ട്രെയിനബിൾ ആണോ, നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന ചില കുട്ടികളൊക്കെ അവർ പേരൻസിൻ്റെ കൂടെ ആയിരിക്കും എൻ്റെ അടുത്ത് വരുന്നത്. പക്ഷേ വന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവർ പോയൊക്കെ കഴിഞ്ഞിട്ട് ദേ സെൻഡ് എ പേഴ്സണൽ മെസ്സേജ്. അതൊരു വലിയ സൈൻ ഓഫ് റെസ്പെക്റ്റാണ്. കാരണം അത്രയും നേരം അവരിരുന്നു, അതിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ അവർക്ക് പേഴ്സണലി കിട്ടിയ അത് പേരൻ്റ് അതിനുള്ള പേയ്മെൻറ്റൊക്കെ ചെയ്യുക, അതിൻ്റെ എന്താ പറയുക ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് പേഴ്സണലായിട്ട് ഒരു താങ്ക് യു പറയാൻ തോന്നുന്നതൊക്കെ ഇതൊക്കെ വളരെ ഡിഫറെൻ്റാണ്. ഇത്തരം കുട്ടികളൊക്കെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തരാണ്. അപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളിൽ ഇത്തരം ക്വാളിറ്റീസ് ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ടൈമാണ്. സ്വന്തം സമയത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ കുറിച്ചും പലപ്പോഴും ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്താൽ ആ അപ്പോയിൻമെൻറ്റ് ഓണർ ചെയ്യാൻ പോലും പല ഫാമിലീസിനും പല പേരൻസിനും പല കുട്ടികൾക്കും സാധിക്കുന്നില്ല. പേരൻ്റ് കുട്ടിയെ കുറ്റം പറയുന്നു, കുട്ടി പേരൻറ്റിനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ ട്രാഫിക് ജാമായിരുന്നു, അല്ലെങ്കിൽ വഴിയിലെല്ലാം പ്രശ്നങ്ങളായിരുന്നു, അല്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസൊക്കെ പറയുന്നത് ഇതൊരു പേഴ്സണൽ ക്വാളിറ്റിയാണ്. നമ്മൾ ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ അത് ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പേരൻസും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ജീവിതത്തിൽ നമുക്ക് ആ കൃത്യമായ ടൈം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി പോയി. ഇന്നത്തെ കാലത്ത് ആരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. അപ്പം അവനവൻ്റെ സമയത്തെക്കുറിച്ചുള്ള ബോധവും ബോധ്യവും വളരെ പ്രധാനമാണ്. ഒരുപാട് സമയമാണ് കുട്ടികളൊക്കെ വേസ്റ്റാക്കി കളയുന്നത്. ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു സ്കില്ലോ എന്തെങ്കിലും ഒരു നോളജോ എന്തെങ്കിലും ഒരു സ്ട്രെങ്തോ ഒക്കെ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് പിന്നീട് അതിനെ പ്രോഫിറ്റബിളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന സമയത്തെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു ചിന്തയോ ബോധവും ഇല്ല. എല്ലാം നഷ്ടമൊന്നുമല്ല. ഇപ്പോൾ ഒരു കുട്ടി ഇരുന്ന് ഒരു പാട്ട് കേൾക്കുന്നു, അത് നഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. ഒരു യാതൊരു സാധ്യതകളുമില്ലാതെ വെറുതെ റെപ്പിറ്റേറ്റീവായിട്ടുള്ള ഗെയിം കളിച്ചും വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡായും ചുമ്മാതെ നടന്നും അനാവശ്യമായി ഉറങ്ങിയും ഒക്കെ സമയം കളയുന്ന ധാരാളം ആൾക്കാരുണ്ട്. നേരെ മറിച്ച് അവരൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു സിനിമ കാണുന്ന ഒരിക്കലും ഒരു കുറവല്ല. ഒരു കളിക്കുന്നതോ കൂട്ടുകാരുമായിട്ട് സമയം ചെലവഴിക്കുന്നതോ ഒന്നും നഷ്ടമല്ല. അതിലൂടെയൊക്കെ അവർ ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദെയർ ഗ്രോത്ത്, ഗുഡ് ഫോർ ദെയർ എക്സ്പോഷർ, ഗുഡ് ഫോർ ദെയർ എക്സ്പീരിയൻസ്, തീർച്ചയായിട്ടും അതിന് പ്രയോജനമുണ്ട്. ഇതൊന്നുമില്ലാതെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന മനുഷ്യരുണ്ട്. മറ്റുള്ളവരുടെ സമയം നഷ്ടപ്പെടുത്തി കളയുന്ന മനുഷ്യരുണ്ട്. ഇത് ടൈമിൻ്റെ ഒരു വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ മനസ്സിലാക്കണം. എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം ഡിസിപ്ലിനാണ്. ഈ ഡിസിപ്ലിൻ ടാലൻറ്റിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പേരൻസും എന്നോട് പറയുന്നത് അവൻ ഭയങ്കര കഴിവുണ്ട്, ഭയങ്കര ടാലൻ്റുണ്ട് സാർ. ഒരു കാര്യവുമില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ടു ഫോക്കസ്, ആറ്റിറ്റ്യൂഡ് ടു വർക്ക്, ആറ്റിറ്റ്യൂഡ് ടു ഗിവ് എഫേർട്ട്, ഈ ടാലൻ്റ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ടാലൻ്റുള്ള ഒരുപാട് പേര് ലോകത്ത് വിജയിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആ ടാലൻറ്റ് മാത്രം ഉള്ളത് കൊണ്ടല്ല അവർ വിജയിച്ചത്. ആ ഉള്ള ടാലൻറ്റിനെ കൃത്യമായിട്ട് അവർ ഡെവലപ്പ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും അതിന് വലിയ റിട്ടേണുകൾ അവർ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ്. ടാലൻ്റ് ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് ഒന്നും ആവാനായിട്ട് സാധിക്കില്ല. എനിക്ക് സംസാരിക്കാനുള്ള ടാലൻ്റ് ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ അതിനുള്ള എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവർക്കും എല്ലാ കഴിവുകളും കാണില്ല. നമുക്കുള്ള കഴിവുകളെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ നല്ല എഫേർട്ട് ഇട്ട് വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ അത് ലോകത്തെവിടെയെങ്കിലുമൊക്കെ എക്സെപ്ഷണലായിട്ട് നിൽക്കുകയുള്ളൂ. ആ എക്സെപ്ഷണലായിട്ടുള്ള എക്സലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇന്ന് വാല്യൂ. കുറച്ച് ടാലൻ്റ് ഉള്ളത് കൊണ്ട് മാത്രം ആരും ലോകത്തിൽ വിജയിക്കും എന്ന് കരുതരുത്. അതുപോലെ വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് ഫെയിലിയറിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഫെയിലിയർ എന്തോ വലിയ ഷെയിമായിട്ടാണ് പലരും കാണുന്നത്. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. തോൽവി ഒരു നാണക്കേടൊന്നുമല്ല, തോൽവി എന്തോ ഒരു കുറ്റമൊന്നുമല്ല. പേരൻസും അങ്ങനെ കുട്ടികളെ ഒരു ഫെയിലിയർ പോലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത പേരൻസൊക്കെ ഉണ്ട്. വളരെ അപകടകരമായൊരു രീതിയാണ്. കാരണം നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ, വലിയ വലിയ സ്ഥലങ്ങളിൽ കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി എഫേർട്ട് ഇടണമെങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടാനുള്ളൊരു മനസ്സൂടെ വേണം. അല്ലെങ്കിൽ നമ്മൾ വളരെ കംഫർട്ടബിളായിട്ടുള്ളിടത്തെ നമുക്ക് മത്സരിക്കാനും കോമ്പീറ്റ് ചെയ്യാനും നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുകയുള്ളൂ. വളരെ അൺകംഫർട്ടബിൾ ഏരിയയിലും ടെറൈനിലും ഒക്കെ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ തോക്കാനുള്ളൊരു മനസ്സ് വേണം. കാരണം ചെന്ന് അങ്ങോട്ട് നേരെ കയറി അങ്ങ് വിജയിക്കാനായിട്ടൊന്നും ആർക്കും സാധിക്കത്തില്ല. നമ്മളൊരു ഫോറിൻ ടൂറിനൊക്കെ പോകുന്ന ക്രിക്കറ്റ് ടീമിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർ നേരെ ഒരു ഫോറിൻ ടൂറിന് എന്ന് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ അങ്ങ് സെഞ്ചുറി അടിക്കുകയൊന്നും അല്ല. അവർ ആദ്യം കുറച്ച് പ്രാക്ടീസ് മാച്ചുകളൊക്കെ കളിക്കുന്നു. ആ കളിയിലൊക്കെ അവർ പലപ്പോഴും ഫെയിലിയറൊക്കെ ആകാറുണ്ട്. ആ കണ്ടീഷൻസുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് വരുമ്പോൾ കുറേ ഫെയിലിയറൊക്കെ നമുക്ക് ഏത് സാഹചര്യത്തിൽ, ഏത് സന്ദർഭത്തിലും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഹയർ കോമ്പറ്റീഷൻ വേണ്ടവരും ഹയർ പ്ലെയിനിലൊക്കെ വർക്ക് ചെയ്യേണ്ടവരുമൊക്കെ ആ ഫെയിലിയറിനെ ഒരു ഷെയിമായിട്ടല്ല എടുക്കേണ്ടത്. ആ ഫെയിലിയറിനെ ഒരു ലെസനായിട്ടാണ് എടുക്കേണ്ടത്. ലെസനായിട്ട് എടുക്കുകയാണെങ്കിൽ അത് വലിയൊരു അസറ്റാണ് ഫെയിലിയർ. കാരണം നമുക്ക് എന്തുകൊണ്ടാണ് പരാജയം പറ്റിയത്, എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഫെയിലിയർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ അലേർട്ടാകുന്നതും കൂടുതൽ വർക്ക് ചെയ്യുന്നതും കൂടുതലൊരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ഫെയിലിയർ എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ പല കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യം, പലർക്കും നല്ല ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ മോശപ്പെട്ട പല ഫ്രണ്ട്ഷിപ്പിൻ്റെയും ആ പിയർ ഗ്രൂപ്പ് പ്രഷറിലാണ് അവർ കിടക്കുന്നത്. രണ്ട് എക്സ്ട്രീമാണ് പലരിലും കാണുന്നത്. ചിലർക്ക് ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അത് വലിയ കുഴപ്പമാണ്. ഫ്രണ്ട്സ് വളരെ ആവശ്യമാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ച്, എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച് ഫ്രണ്ട്സ് ആവശ്യമാണ്. ഹൗ ടു ഗെറ്റ് അലോങ് വിത്ത് പീപ്പിൾ, ഹൗ ടു മേക്ക് ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ലോകത്തിലെ ഒരു ബെസ്റ്റ് സെല്ലറാണ് ഹൗ ടു മേക്ക് ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഡെയിൽ കാർണഗിയുടെ ഒരു ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. അതെന്തുകൊണ്ടാണ് അത്രയധികം വിറ്റുപോയത്? മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആവശ്യത്തിലേക്കാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നിൽക്കുന്നത്. ഫ്രണ്ട്സ് വേണം.
ഫ്രണ്ട്സ് എല്ലാവരും മോശമാണെന്ന് ഒരാൾ പറയുന്നെങ്കിൽ അത് നമ്മുടെ എന്തോ തകരാറാണ്. എല്ലാവരും മോശമൊന്നുമല്ല, ആരും മോശമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷകൻ പറയുമായിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെല്ലാം വലിയ പ്രശ്നങ്ങളാണ്, ഇവിടെയെല്ലാം ഭയങ്കര കുഴപ്പങ്ങളാണ് എന്നൊക്കെ തോന്നും. നമ്മൾ പുറത്തോട്ടിറങ്ങി മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോഴാണ് ഒരു പ്രശ്നവുമില്ല, വളരെ സന്തോഷവും സമാധാനവും സൗഹൃദവും സ്നേഹവും സാഹോദര്യവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ? ആ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരിക്കുന്ന പല ആൾക്കാർക്കും മാനസികാരോഗ്യം കുറവാണ്, വൈകാരിക ആരോഗ്യം കുറവാണ്. അപ്പോൾ അവൻ്റെ പുറത്തേക്ക് വരുന്നത് മുഴുവൻ വിഷമാണ്. നേരെ മറിച്ച് പുറത്തേക്ക് ഇറങ്ങി ലോകത്തിലെ പ്രകൃതിയുമായിട്ടും സസ്യജാലങ്ങളുമായിട്ടും സമൂഹവുമായിട്ടും മനുഷ്യരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ അവിടെ ഒരു കുത്തിത്തിരിപ്പുമില്ല, വളരെ സന്തോഷകരമായ സാഹചര്യങ്ങളാണ്. എവിടെ മനുഷ്യൻ ഒരുമിച്ച് കൂടുന്ന അവിടെയൊക്കെ ഭയങ്കര സന്തോഷവും ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആവശ്യമാണ്. മനുഷ്യരുമായിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഇനി ചില കുട്ടികളെ സംബന്ധിച്ച് അവർ വളരെ മോശപ്പെട്ട ഫ്രണ്ട്ഷിപ്പിലാണ്, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും. ആ മോശപ്പെട്ട ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കരകയറാൻ നമുക്ക് കഴിയണം. നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് നല്ലതുമായ പരസ്പരം എൻറിച്ച് ചെയ്യുന്നതുമായ ഫ്രണ്ട്ഷിപ്പാണ്. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ കോമ്പീറ്റ് ചെയ്യല്ല, നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഗുണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. നല്ല ഫ്രണ്ട്സ് പല കുട്ടികളിലും ഇല്ല. ഫ്രണ്ട്സ് ഇല്ലാത്ത കുട്ടികളൊക്കെ വലിയ കരിയറൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതിലോട്ടൊക്കെ പോകാൻ അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. വേറൊരു കാര്യം, പല കുട്ടികൾക്കും സംസാരിക്കാൻ അറിയില്ല, നല്ല പവർഫുള്ളായിട്ട് സംസാരിക്കാൻ അറിയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല, കൺവിൻസ് ചെയ്യാൻ അറിയില്ല. അവരുടെ ഉള്ളിലുള്ള ഒരു ആശയം പോലും പറഞ്ഞു വരുമ്പോൾ വളരെ ഡിസ്റ്റോർട്ടഡായിട്ടാണ് പറയുന്നത്. കുട്ടികൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പല കുട്ടികൾക്കും അറിയില്ല, ശബ്ദമില്ല, ആത്മവിശ്വാസമില്ല, കൃത്യമായി എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോലും അമ്മയുടെ മുഖത്തോട്ടും അപ്പൻ്റെ മുഖത്തോട്ടും നോക്കിയിരിക്കുന്ന കുട്ടികളുണ്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ. നമ്മുടെയൊക്കെ കുട്ടികൾ ഇങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കുക? അപ്പോൾ അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പണ്ടൊക്കെ ഇഷ്ടംപോലെ കുട്ടികളൊക്കെ പുറത്തിറങ്ങി സമൂഹമായിട്ട് ഇടപെട്ടൊക്കെ ജീവിച്ചതുകൊണ്ട് കമ്മ്യൂണിക്കേഷനെ പറ്റിയൊന്നും ആർക്കും ഒരു അറിയില്ല. നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു പ്രശ്നം. ഓക്കെ, അത് കുഴപ്പമില്ല, മലയാളത്തിൽ പറ, ഏതെങ്കിലും ഭാഷയിൽ പറ, ലാംഗ്വേജൊക്കെ പിന്നെ വന്നോളും. നമുക്ക് നമ്മുടെ ആശയങ്ങളെ സംസാരിക്കാൻ. ചോദ്യങ്ങളുണ്ടോ? എന്തെങ്കിലും ചോദ്യമുണ്ടോ മോനെ? ഒരു ചോദ്യവുമില്ല. പിന്നെ ഡൗട്ട്സ് ഇല്ല. ക്ലാസ് മുറികളിലൊന്നും ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല, എൻകറേജ് ചെയ്യുന്നില്ല. അതിൻ്റെ എല്ലാം ദോഷം നമുക്ക് ഇന്ന് സമൂഹത്തിലെ കുട്ടികളിൽ കാണാനായിട്ട്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം, അവരെ കേൾക്കണം, അവരെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കണം. ചെറിയ ചെറിയ മീറ്റിങ്ങുകളും പണ്ട് കാലത്തൊക്കെ ധാരാളം ഈ കുട്ടികളുടെ പല ക്ലബ്ബുകളായി കാര്യങ്ങളായി. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ തിരുവനന്തപുരത്തായിരുന്നു. അവിടെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, എന്തെല്ലാം പരിപാടികളാണ്. അപ്പോൾ ആ ക്ലബ്ബിലൊക്കെ ഇങ്ങനെ മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നു. മീറ്റിങ്ങിലൊക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്നു, അതൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു പരിപാടിയില്ല, ഫുൾ ടൈം ട്യൂഷൻ, പഠിത്തം. അവസാനം വരുമ്പോൾ സംസാരിക്കാൻ അറിയില്ല. ഈ സംസാരിക്കാത്ത കുട്ടികൾ വിവാഹ ജീവിതത്തിലൊക്കെ വലിയ പാളിച്ചയായിരിക്കും. ഇനിയിപ്പോൾ ഈ ടെക്നിക്കൽ ജോബുകൾ കൂടുതലും ചെയ്യാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. വളരെ വൈകാരികമായ നീഡ്സുള്ള കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിലാണ് മനുഷ്യനെ ആവശ്യം. മറ്റുള്ളവരുമായി കൺവിൻസ് ചെയ്യാൻ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളിന് പൈസ വിഡ്രോ ചെയ്യാൻ ഇന്നൊരു ഹ്യൂമനെ ആവശ്യമില്ല. അതിനൊരു ATM പോലൊരു മെഷീൻ വെച്ചാൽ മതി. പക്ഷെ ഒരു ഡെപ്പോസിറ്റ് വാങ്ങിച്ചെടുക്കണമെങ്കിൽ അവിടെ ഒരു മനുഷ്യൻ വേണം. നമ്മൾ ആ പണമുള്ള ആളിനെ കൺവിൻസ് ചെയ്താലേ നമുക്ക് ഡെപ്പോസിറ്റ് കിട്ടും. ഒരു മെഷീൻ വെച്ച ആൾക്കാരെല്ലാം കൂടെ കൊണ്ടുവന്ന് അതിനകത്തൊന്നും ഡെപ്പോസിറ്റ് ചെയ്തില്ല. നമുക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമുക്ക് ബിസിനസ് കിട്ടണമെങ്കിൽ ഏതൊരു സ്ഥാപനത്തിലും നമുക്ക് ജോലിയിൽ ഫ്ലറിഷ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് നല്ല കൺവിൻസിങ് കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റീസൊക്കെ വേണം. ഇത് ചെറിയ പ്രായത്തിലേ ഡെവലപ്പ് ചെയ്യണം. പല കുട്ടികളും വന്നിട്ട് ചോദിക്കുന്നതൊക്കെ വലിയ വലിയ കരിയറിനെ കുറിച്ചൊക്കെയാണ്. പക്ഷേ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലല്ലേ ആ കരിയറിലേക്കൊക്കെ അവരെ വിടാൻ പറ്റുള്ളൂ. ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വെറും മാർക്കും ഗ്രേഡും എൻട്രൻസ് ക്ലിയർ ചെയ്യുന്നതും അല്ല. പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നീറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ ക്ലിയർ ചെയ്തുകൊണ്ട് ആരും ഒരു സക്സസ്ഫുൾ ഡോക്ടർ ആകുന്നില്ല. ഒരു സക്സസ്ഫുൾ ഡോക്ടർ ആവണമെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഈ പറഞ്ഞ ഒരുപാട് ക്വാളിറ്റീസും അവർക്കുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടർ ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും.
അങ്ങനെ ഒരുപാട് പേര് നമ്മളിന്ന് ഡോക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ നോക്കി എത്ര പേര് ഹാപ്പിയാണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ നമ്മുടെ ഈഗോയും ആങ്കറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. ദുരഭിമാനം, ഈഗോ, ആങ്കർ, ഇതൊക്കെ ഒരു പേഴ്സണാലിറ്റി ഡിഫക്റ്റാണ്. മിതമായ ദേഷ്യം, ചെറിയൊരു കളിയാക്കലോ ചെറിയൊരു തമാശയോ പോലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണ്. അതുപോലെയാണ് ഭയങ്കരമായ ഈഗോയാണ്, ഞാനെന്തോ ഭയങ്കര ആണെന്നുള്ള തോന്നലുള്ള കുട്ടികൾ. ദുരഭിമാനം, ഇന്ന് കരിയറൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ പല കുട്ടികളുടെയും പ്രശ്നം ദുരഭിമാനമാണ്. വലിയ വലിയ കോഴ്സുകൾ, എന്തെങ്കിലും കടിച്ചാൽ പൊട്ടാത്ത കോഴ്സുകളൊക്കെയാണ് പഠിക്കാനെടുക്കുന്നത്. ഞാൻ എല്ലാവരോടും ഇതിനിടയിലങ്ങ് പറയുകയാണ്, ഈ +2 കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് വലിയ ഹൈലി സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് ഒന്നും എടുക്കരുത്. +2 കഴിഞ്ഞ് പോയി നമ്മൾ +2 കഴിയുമ്പോൾ എടുക്കേണ്ടത് ഒരു ഫൗണ്ടേഷണലായിട്ടുള്ള കോർ ഏരിയയിലുള്ള കോഴ്സുകളൊക്കെയാണ്. അപ്പോൾ ബയോളജി പഠിച്ചിട്ടാണ് ബയോടെക്നോളജി പഠിക്കുന്നത്, അല്ലെങ്കിൽ ബയോളജി പഠിച്ചിട്ടാണ് നമ്മൾ ജെനറ്റിക്സ് ഒക്കെ പഠിക്കുന്നത്. ഫോറൻസിക് സയൻസ് ഒക്കെ നേരെ പോയി അങ്ങ് എടുക്കുകയല്ല, അതിൻ്റെ ആദ്യം കുറച്ച് സയൻസ് പഠിക്കുക. ഡേറ്റാ സയൻസ് ഒക്കെ പഠിക്കാൻ ആദ്യം കണക്കോ എഞ്ചിനീയറിങ്ങോ ഒക്കെ പഠിക്കുക. എഞ്ചിനീയറിംഗ് തന്നെ നേരെ പോയി AI-യും റോബോട്ടിക്സും അല്ല പഠിക്കേണ്ടത്. നമ്മൾ ആദ്യം പോയി മെക്കാനിക്കലോ കമ്പ്യൂട്ടറോ ഇലക്ട്രോണിക്സോ ഒക്കെ പഠിക്കുക. അപ്പം നമ്മൾ ഈ കടിച്ചാൽ പൊട്ടാത്തതിൻ്റെ പോട്ടെ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഏത് കോഴ്സും എടുത്ത് പഠിക്കുക. ഇനി അവനൊരു കോഴ്സും എടുത്തില്ലെങ്കിൽ അവൻ ജീവിതത്തിൽ വിജയിക്കും. പക്ഷെ അത്ര ബ്രില്യൻസ് ഒന്നും നമുക്കില്ല, കയ്യിലൊരു സാധനവും ഇല്ല. വലിയ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് ലോകത്തെ ഞെട്ടിക്കാനൊന്നും ആരും ശ്രമിക്കരുത്. അത് വളരെ നമ്മൾ അവസാനം ഒന്നും ആവാതെ പോകും. അതാണ് ഏറ്റവും വലിയ രസം. അതുപോലെ വളരെ പ്രധാനമായിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പണത്തിൻ്റെ വാല്യൂ. പല കുട്ടികളും ഇന്നും പല കോഴ്സുകൾക്കും പല കാര്യങ്ങൾക്കും ഒക്കെ പോയി ചേർന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാൻ പല കുട്ടികളുമായിട്ട് തിരക്കുമ്പോൾ അവർ അതിന് ചേർന്നായിരുന്നു സാർ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പലതിനും ചേരുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. പല കാര്യങ്ങളും വാങ്ങിക്കുന്നു, ഉപയോഗിക്കുന്നില്ല. എൻസൈക്ലോപീഡിയ ഒക്കെ വാങ്ങിച്ചു, പണ്ട് കാലത്ത് എല്ലാ ഗൾഫിൽ നിന്ന് വരുന്ന എല്ലാവരും എൻസൈക്ലോപീഡിയ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിരത്തി വയ്ക്കും. ആ കുട്ടികളൊന്നും അത് തുറന്നു പോലും നോക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു ലേഡി എന്നോട് പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിലില്ലാത്ത പുസ്തകങ്ങളില്ല, കുട്ടികളൊന്നും വായിക്കത്തില്ല. അല്ലെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളൊന്നും വായിക്കില്ല. ആരാണ് വായിച്ചത്? വായിച്ച കുട്ടികൾ വേറെയാണ്. എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഉള്ളതുകൊണ്ട് കുട്ടികളാരും സംഗീതജ്ഞരൊന്നും ആവത്തില്ല. സംഗീതജ്ഞരായവർ ഒരുപക്ഷെ ഇതൊന്നും ഇല്ലാത്ത വീടുകളിലെ കുട്ടികൾ, അവർ കടം വാങ്ങിച്ചൊക്കെ പഠിച്ചാണ് അതൊക്കെ നേടിയെടുത്തത്. എല്ലാം ഉള്ളത് കൊണ്ടും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടും കാര്യമൊന്നുമില്ല. കുട്ടികളെ പണത്തിൻ്റെ വില അറിയിച്ച് തന്നെ വളർത്തുക. പണം ഉണ്ടാക്കാൻ പഠിപ്പിക്കണം, പണം സേവ് ചെയ്യാൻ പഠിപ്പിക്കണം, വേസ്റ്റ് ചെയ്യാതിരിക്കാൻ പഠിപ്പിക്കണം. വളരെ പ്രധാനമാണ്. മണി സേവ്ഡ് ഈസ് മണി പ്രൊഡ്യൂസ്ഡ്. നമ്മളൊരു 1000 രൂപ നഷ്ടപ്പെടുത്താതിരുന്നാൽ 1000 രൂപ ഉണ്ടാക്കിയതുപോലെ തന്നെ ആണ് അതിൻ്റെ വാല്യൂ. പണത്തെപ്പറ്റി പഠിക്കണം. ഇന്ന് കേരളത്തെ പറ്റിയുള്ള ഒരു സ്റ്റഡി വന്നിരിക്കുന്നത് മിഡിൽ ക്ലാസ്സിനിടയിൽ വലിയ സാമ്പത്തിക അരാജകത്വം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മിഡിൽ ക്ലാസ് അറിയുന്നില്ല. നമ്മൾ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം ലോണൊക്കെ എടുത്ത് വലിയ വലിയ ബ്രാൻഡുകളുടെ പുറകിനൊക്കെ പോയി എടുത്താൽ പൊങ്ങാത്ത ഒരു 50,000 രൂപ സാലറി ഉള്ള ആളും വാങ്ങിക്കുന്നത് 20 ലക്ഷത്തിൻ്റെ കാറാണ്. ദുരഭിമാനമാണ്. എന്ത് കാര്യത്തിനാണ്? എന്നിട്ട് ആ ലോണെല്ലാം അടച്ച് കിടന്ന് പെടയുക. വല്ല കാര്യമുണ്ട്? നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നൊരു കാറ് വേണമെങ്കിൽ വാങ്ങിക്കുക, ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിച്ചു സ്വസ്ഥമായിട്ട് ജീവിക്കുക. കടം കുറയും തോറും നമ്മുടെ സ്വസ്ഥത കൂടും. കടം വലിയൊരു വില്ലനാണ്. കടം തരാനായിട്ട് ധാരാളം ആൾക്കാർ ഇന്ന് മത്സരിച്ച് പ്രവർത്തിക്കുകയാണ്. ലോൺ ഇങ്ങോട്ട് വിളിച്ചാണ് ലോൺ തരുന്നത്. അപ്പം തന്നെ അതിൻ്റെ അപകടം മനസ്സിലാക്കിക്കണം. അതുപോലെ പണം സേവ് ചെയ്യാൻ പഠിക്കണം. ഒരു 50,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപയെങ്കിലും സേവ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാളെ നമ്മൾ എങ്ങനെ ജീവിക്കും? എല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പഠിപ്പിക്കുന്ന ധാരാളം നല്ല നല്ല കോഴ്സുകളും നല്ല നല്ല ഗുരുക്കന്മാരും മെൻറ്റേഴ്സും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ കേൾക്കാനുള്ള ഒരു ട്രെയിനബിലിറ്റി നമുക്കുണ്ടെങ്കിൽ ഇതിലൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആകാനായിട്ട് സാധിക്കും. അതുപോലെ വളരെ പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യമാണ് ഹെൽത്ത്. ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. പല കുട്ടികളെയും കാണുമ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ ഹെൽത്ത് തന്നെ വളരെ മോശമാണ്. ഞാൻ പലപ്പോഴും കുട്ടികളോട് ചോദിക്കും, രാവിലെ എന്തോ കഴിച്ചത്? രാവിലെ കഴിച്ചതിനകത്തൊന്നും യാതൊരു ന്യൂട്രീഷനും ഇല്ല, എന്തൊക്കെയോ കഴിക്കുകയാണ്. ഇന്നലെ ഒരു കുട്ടിയെ കണ്ടു, ദോശയും ചമ്മന്തി കൊണ്ട്. ഈ ദോശയും ചമ്മന്തി, ദോശമാവ് തന്നെ വെളിയിൽ നിന്ന് വാങ്ങിച്ചായിരിക്കും, അതിനകത്ത് ഉഴുന്നൊന്നും കാണത്തില്ല. അതിൻ്റെ കൂടെ ചമ്മന്തിയും കൂട്ടി കഴിച്ചാൽ ആ കുട്ടിക്ക് എന്ത് ന്യൂട്രീഷനാണ് കിട്ടുന്നത്? നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ ഭക്ഷണം, കുട്ടികളുടെയൊക്കെ ഭക്ഷണം, ചെറുപ്പക്കാരുടെയൊക്കെ ഭക്ഷണത്തിൽ കുറച്ചുകൂടെ നല്ല വിറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഒക്കെ ധാരാളം അടങ്ങിയിട്ട് ഫുഡാണ് അവർ കഴിക്കേണ്ടത്. അവരുടെ ബ്രെയിനൊക്കെ നല്ല വൈബ്രൻ്റായിട്ട് നിൽക്കണം, ഫിസിക്കൊക്കെ നല്ല സ്ട്രോങ് ആവണം, അവരുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്തൊക്കെ നല്ല എൻഹാൻസ്ഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഭക്ഷണം മാത്രമല്ല, എക്സസൈസ്,
ഉറക്കം, ഹൈജീൻ, ഇതെല്ലാം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പല കുട്ടികൾക്കും ഒരു എക്സസൈസും ഇല്ല, പല കുട്ടികൾക്കും പ്രോപ്പറായിട്ട് ഉറക്കമില്ല. ആ ഉറക്കം തന്നെ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ കിടന്നിട്ട് ഉച്ചവരെ കിടന്നുറങ്ങുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് അവരുടെ ഹെൽത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഹൈജീൻ വേറൊരു വലിയ വിഷയമാണ്. ഇന്ന് ഒരു മനുഷ്യൻ പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞത് ഈ ഇന്നത്തെ വിവാഹമോചനങ്ങളിൽ നല്ലൊരു ശതമാനം നടക്കുന്നത് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാത്ത ആൾക്കാരെ കൊണ്ടാണ്. ഇത് പുറത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. വലിയ വലിയ പ്രൊഫഷണൽസാണ്, കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, വസ്ത്രം മാറത്തില്ല, വീട് വൃത്തിയാക്കത്തില്ല, ഒന്നുമില്ല. ഇതൊക്കെ ചെറിയ പ്രായം മുതലേ കുട്ടികളിൽ വരേണ്ട ചില ക്വാളിറ്റീസാണ്. ചെറിയ പ്രായത്തിൽ അത് വന്നില്ലെങ്കിൽ പിന്നീട് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോൾ നാളെ ജോലി കിട്ടാതെ വരുമ്പോഴോ, അല്ലെങ്കിൽ കിട്ടിയ ജോലി നഷ്ടപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ ഈ പഠിക്കാൻ പോകുന്ന കോഴ്സുകൾ പൂർത്തീകരിക്കാതിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ അവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം കാണിക്കുമ്പോഴോ, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം കാണിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും നമ്മളിത് തിരിച്ചറിയുന്നത്. ബൈ ദ ടൈം വി വിൽ ബി ടു ലേറ്റ്. പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓണസ്റ്റി. സത്യസന്ധമായി സത്യത്തിൻ്റെ ഭാഗത്ത് സത്യം പറഞ്ഞ് നിൽക്കാതെ, ചില നഷ്ടങ്ങളൊക്കെ വന്നാൽ പോലും ആ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക വളരെ പ്രധാനമാണ്. സത്യസന്ധമായി ഓരോ കാര്യങ്ങൾ ചെയ്യുക. കോപ്പി അടിച്ചും തെറ്റായ മാർഗങ്ങൾ കാണിച്ചും കുറുക്കു വഴിയിലൂടെയും കളിപ്പിച്ചും. ഇന്ന് ജോലിയിലൊക്കെ ഇരിക്കുന്ന പല കുട്ടികളും ആ ജോലി തന്ന ആളിനെ തന്നെ കളിപ്പിക്കുകയാണ്. എനിക്കൊരുപാട് ഇൻസിഡൻസ് അറിയാം. നമുക്ക് ജോലി തന്ന ആളിനെ തന്നെ കളിപ്പിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാത്ത ധാരാളം പേരുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് അതുകൊണ്ടാണ് പലരും മെഷീനിലേക്ക് പോകുന്നത്. ഈ മനുഷ്യനെ മാറ്റി മെഷീൻ വരുന്നതിൻ്റെ കാരണം തന്നെ ഈ ഡിസോണസ്റ്റിയാണ് പ്രധാനമായിട്ടൊരു കാര്യം. കാരണം മെഷീൻ കറക്റ്റായിട്ട് ജോലി ചെയ്യും. അപ്പോൾ നമ്മൾ സത്യസന്ധമായിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും അതിനകത്ത് സത്യം. ഒരു സത്യം പറയേണ്ടടുത്ത് അതിന് ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് ചില നഷ്ടങ്ങളുണ്ടെങ്കിലും ആ സത്യം തന്നെ പറയുക. സത്യം മാത്രമല്ല, നിലപാടുകൾ ഉണ്ടായിരിക്കുക, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. ഇതൊക്കെ വളരെ പ്രധാനമാണ്. കുട്ടികളെ ചെറിയ പ്രായത്തിൽ ആ ധൈര്യമൊക്കെ കൊടുത്ത് വളർത്തണം. അങ്ങനെ സത്യം തന്നെ പറഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയാൻ, അങ്ങനെ ചെറിയ ചെറിയ പ്രായത്തിലെ അത്തരം കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്തും അത്തരം കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്തും അത്തരം കാര്യങ്ങളെ എൻഹാൻസ് ചെയ്തുമാണ് ആ ഒരു ക്വാളിറ്റി ഒരാളിൽ വളർന്നു വരുന്നത്. ചെറിയ പ്രായം മുതലേ അത് നമ്മൾ പഠിപ്പിക്കുക. കള്ളം പറയാനും കള്ളം ചെയ്യാനും അല്ല പഠിപ്പിക്കേണ്ടത്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും, കുട്ടികളുടെ ഇടയിൽ അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കഠിനാധ്വാനം ചെയ്യാൻ പഠിപ്പിക്കണം. അധ്വാനമില്ലാതെ എല്ലാവരും ഈസി ആയിട്ട് അങ്ങനെ പണം ഉണ്ടാക്കുക. പല കുട്ടികളും കരിയറൊക്കെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം ഈ ജോലിയൊക്കെ ഭയങ്കര ഈസിയാണെന്ന് മനസ്സിലാക്കി ഇതൊരു ഭയങ്കരമായിട്ട് പൈസ കിട്ടും. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കാം. നിങ്ങൾക്ക് 1 രൂപ ആരെങ്കിലും തരുന്നെങ്കിൽ ആ 1 രൂപയുടെ മൂല്യം നിങ്ങളിൽ നിന്ന് 100 എടുത്തിട്ട് മാത്രമേ തരൂ. ഇനി അല്ലാതുള്ള ഒരു മണ്ടനും ഇന്ന് ലോകത്തില്ല. അപ്പോൾ ആരും നമുക്ക് ജോലി തരുമല്ലോ. ഇപ്പോൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിലൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സുഖമാണെന്നും വിദേശ രാജ്യത്തെയൊക്കെ ജോലി ഭയങ്കര സുഖമാണ്, ഇന്ത്യയിലാണ് എല്ലാം കുഴപ്പമെന്നൊക്കെ പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലുള്ള ഒരു കുട്ടി പറയായിരുന്നു, ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ 3 ജോലിയാണ് ചെയ്യുന്നത്. 3 ജോലി. എങ്കിലേ അതിനെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. വലിയ എഫേർട്ടുമാണ്. ആ കുട്ടിക്കറിയാം. കാരണം അത് ഒരുപാട് കടമെടുത്തിട്ട് പോയൊരു കുട്ടിയാണ്, വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തൊരു വീട്ടിലെ കുട്ടിയാണ്. അവൾ പറഞ്ഞത്, ഞാൻ ഈ 2-3 ജോലിയൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് എൻ്റെ കടങ്ങളെല്ലാം കുറച്ച് നീക്കുക എങ്കിലേ എനിക്ക് സാധ്യതയുള്ളൂ. നാളെ ഇവിടെ തന്നെ ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്കൊരു ജോലി കിട്ടണമെന്ന് പോലും നിർബന്ധമില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്ന സമയം കൊണ്ട് മാക്സിമം പൈസ ഉണ്ടാക്കി അതെല്ലാം തിരിച്ചപ്പോൾ ആ എഫേർട്ട് എടുക്കാൻ തയ്യാറായാലേ നമുക്ക് എവിടെയും വലിയ അച്ചീവ്മെൻറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയ വലിയ പരീക്ഷകൾ, ഇപ്പോൾ നീറ്റ് എന്നൊക്കെ പറയുന്ന പരീക്ഷയൊക്കെ വിജയിക്കുന്ന ആരാ? ആ കുട്ടികളൊക്കെ എക്സെപ്ഷണലായിട്ട് എഫേർട്ട് ഇട്ട കുട്ടികളാണ്. ഓഫ് കോഴ്സ് അവർക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ എക്സലൻ്റായിട്ട് എഫേർട്ട് ഇട്ടവരാണ്. ആ എഫേർട്ട് വളരെ ആവശ്യമാണ്. എഫേർട്ട് ഇല്ലാതെ ഒരു രംഗത്തും വിജയിക്കാൻ പറ്റില്ല. ലക്കെന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ലക്കെന്ന് പറയുന്നത് നമ്മൾ മാറി നിന്ന് ഈ എഫേർട്ട് ഇട്ട ആൾക്കാർ വിജയിക്കുമ്പോൾ നമ്മുടെ അസൂയ കൊണ്ട് പറയുന്നതാണ് അവൻ ലക്കായിരുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആ ആളിനോട് നേരിട്ട് ചോദിക്കുമ്പോൾ മനസ്സിലാവും അതൊരു ലക്കും അല്ലായിരുന്നു എന്ന്. അത് വളരെയധികം നമ്മളെല്ലാം കിടന്നുറങ്ങിയപ്പോൾ ആ വ്യക്തി കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത്. അപ്പോൾ മാറി നിൽക്കുന്ന ഒരാൾക്ക് പറയാം, അയാൾ ഭയങ്കര ഭാഗ്യവാനാണ്. ഒരു ഭാഗ്യമില്ല. ഏത് രംഗത്ത് വിജയിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കിയാലും മനസ്സിലാവും അത് ഒരു ഭാഗ്യമല്ല. കഠിനമായ എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ നമുക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ അസൂയ കൊണ്ട് അവരെ ലക്കി എന്ന് വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു സംശയമില്ല. നോ പറയാൻ പഠിപ്പിക്കണം.
കുട്ടികൾക്ക് വലിയ ഒരു പ്രശ്നമാണ് നോ പറയാൻ അറിയാൻ വയ്യ. അസേർട്ടീവ്നെസ് എന്ന് പറയും, എബിലിറ്റി ടു സേ നോ വെൻ യു വാണ്ടഡ് ടു സേ നോ. ഒരു നോ പറയേണ്ടടുത്ത് നോ പറയണം. ഈ പിയർ പ്രഷറിലൊക്കെ കുട്ടികൾ വീഴുന്നതിൻ്റെ കാര്യം അതാണ്. കുട്ടികളുടെ മേലൊക്കെ അനാവശ്യമായ പിന്നെ എക്സ്പെക്റ്റേഷൻസൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ കുട്ടികൾ നോ പറഞ്ഞാൽ ആ നോയെ ഓണർ ചെയ്യണം. നോ പറയാൻ കുട്ടികൾ പഠിക്കണമെങ്കിൽ നോ പറയാനുള്ളൊരു സ്പേസ് കുട്ടികൾക്ക് ചെറിയ പ്രായം മുതലേ കൊടുക്കണം. ഇന്ന് പല വീടുകളിലും ആ ഒരു സ്പേസ് ഇല്ല. അപ്പോൾ എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒപ്പീനിയനാണ്, അതിനെ മാനിക്കണം. ഇതങ്ങനെയല്ല. ഒരു നോ പറയാനുള്ള അവസരം ചെറിയ പ്രായം മുതലേ കൊടുക്കാതെ എപ്പോഴും പ്രഷർ ചെയ്യുന്ന കുട്ടികൾ അവസാനം നോ പറയാൻ അറിയാൻ വയ്യാതെ എല്ലായിടത്തും പെട്ടുപോവാണ് അത്തരം കുട്ടികൾ. ചെറിയ പ്രായം മുതലേ അവർക്ക്, ഇപ്പോൾ ഞാൻ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, ഈ കരിയർ കൗൺസിലിങ്ങിനൊക്കെ ഫാമിലി ആയിട്ട് വരുന്ന പല ഫാമിലീസിൻ്റെ ഒരു ഗുണം, അവർ വളരെ ഓപ്പണാണ്. കാരണം ഒരു കരിയർ കൗൺസിലിങ്ങൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് മോൻ ചിന്തിക്കുന്നതോ നമ്മൾ ചിന്തിക്കുന്നതോ ഒന്നും ആയിരിക്കത്തില്ല, അല്ലെ മോൾ ചിന്തിക്കുന്നതോ ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ അതിൻ്റെ ഔട്ട്കമായിട്ട് വരുന്നത്. പക്ഷെ അതെന്തോ ആയാലും നമുക്കൊന്ന് പോസിറ്റീവായിട്ട് പോയി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. ആ ഓപ്പൺ മൈൻഡുള്ളവരാണ് ഇവിടെ വരുന്നത്. പലരും വരാത്തത് അറിയാമെങ്കിലും, ഇതൊക്കെ അറിയാമെങ്കിലും അതിനൊന്നും പോവാത്തത്, അതിനൊന്നും വരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്കെല്ലാം ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിൽ കുട്ടികൾ ചെന്നെത്തണം. അപ്പം അത്തരം വീടുകളിൽ വളരുന്ന കുട്ടികളെ സംബന്ധിച്ച് നോ പറയാനൊന്നും അവർക്കറിയില്ല. കാരണം അവൻ വളർന്നു വരുന്നത് തന്നെ ഒരു അടിമയായിട്ടാണ്. അവൻ്റെ ജീവിതകാലത്ത് അവനൊരു നോ പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. അതിനുള്ള സ്പേസ് കൊടുത്ത് വളർത്തുമ്പോഴാണ് അവർ നോ പറയാൻ പഠിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് നമുക്ക് വെറും സ്വപ്നങ്ങളുണ്ടായാൽ പോലെ. ഇന്ന് ഒരുപാട് കുട്ടികൾ വലിയ വലിയ സ്വപ്നങ്ങളുള്ളവരാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ വിളിച്ചു, സാറേ അവൻ IIT ആണ് ലക്ഷ്യം. വലിയ സ്വപ്നങ്ങളാണ്. ഇനി വലിയ സ്വപ്നങ്ങളുള്ള പല കുട്ടികളെ നോക്കുമ്പോൾ ദർ ഇസ് നോ റിയാലിറ്റി അറൗണ്ട് ദെയർ ഡ്രീം. ദാറ്റ് ഈസ് എ ബിഗ് ഇഷ്യൂ. സ്വപ്നം നല്ലതാണ്. ആ സ്വപ്നം കാണാനാണ് അബ്ദുൽ കലാം എല്ലാവരോടും പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വപ്നം ഉണ്ടായിരിക്കണം, നിങ്ങൾ സ്വപ്നം കാണണം. പക്ഷെ അവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, താഴോട്ട് കലാമിനെ കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ സ്വപ്നത്തെ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ എഫേർട്ടുകൾ വേണം. അപ്പോൾ ആ ആക്ഷൻ ഇല്ലാതെ ഒരു ഡ്രീമിനും ഒരു എക്സിസ്റ്റൻസും ഇല്ല. ഒരു ഡ്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ആക്ഷനാണ്. ആ ആക്ഷനിലൂടെയാണ് അതൊരു റിയലാക്കി മാറ്റുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ റിയാലിറ്റി അറൗണ്ട് യുവർ ഡ്രീം? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുപോലെ വളരെ പ്രധാനമാണ് ഈ ആൾക്കൂട്ടത്തിൻ്റെ പുറകിന് പോകാനുള്ള ടെൻഡൻസി, ഒരു സേഫ്റ്റി ടെൻഡൻസി. ഇന്ന് മാതാപിതാക്കളെല്ലാം കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെ പോയാലും ഒരു എൻജിനീയറിങ്, മെഡിസിൻ, ഇതിനപ്പുറത്തേക്ക് അവർക്ക് ഇന്നും ചിന്തിക്കാൻ കഴിയുന്നില്ലെന്നുള്ളത് വളരെ ഭയാനകമായൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ കണ്ടു, അവന് ഹിസ്റ്ററി പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഹിസ്റ്ററിയിലൊരു കീൻ ഇൻ്റലിജൻസ് ഉള്ള കുട്ടിയാണ്. അവനെല്ലാ കാര്യങ്ങളും അതിൻ്റെ ഡേറ്റ്സും ഇയറും ഒക്കെ കൃത്യമായ വ്യക്തികളെ സംഭവങ്ങളെ ഒക്കെ ചേർത്ത് സംസാരിക്കുന്ന വളരെ വളരെ എക്സെപ്ഷണലായിട്ട് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരു കുട്ടിയെ എൻജിനീയറിങ്ങിന് വിടുന്നതിനെക്കുറിച്ചാണ് അവരുടെ പേരൻസ് പറയുന്നത്. ഹിസ്റ്ററിയൊക്കെ പഠിച്ചാൽ എന്താവും എന്നാണ് ചോദിക്കുന്നത്. ഇത്ര ദുഃഖകരമായ അവസ്ഥയാണ്. ദൈവമേ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് വളരെ മോശപ്പെട്ട വീടുകളിലാണല്ലോ അത് ജനിച്ചത്. ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ കോട്ടയത്ത് ജനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് പണ്ട് ഞാൻ ക്ലാസ് എടുത്തത്, മനോരമയുടെ ഒരു എഡിറ്റർ അത് കേട്ട് അതൊരു ആർട്ടിക്കിളായിട്ട് തന്നെ പിറ്റേ ദിവസം മനോരമയിൽ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ടൈറ്റിൽ തന്നെ സച്ചിൻ എഞ്ചിനീയർ എന്നായിരുന്നു. കാരണം കോട്ടയത്ത് ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ഒരു എൻട്രൻസ് കോച്ചിങ് ഒക്കെ നടത്തി അതിനെ എഞ്ചിനീയർ ആക്കിയേനെ. ഓരോ കുഞ്ഞും ജനിക്കേണ്ട സ്ഥലമുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടുപോയി നമ്മൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ പുറകിന് വിടണ്ട. വലിയ കഴിവില്ലാത്ത കുട്ടികൾ ആൾക്കൂട്ടത്തിൻ്റെ പുറകിന് പോയാൽ കുഴപ്പമില്ല. പക്ഷെ ശരിക്കും പ്രതിഭയുള്ള, ശരിക്കും എക്സലൻ്റ് ആയിട്ടുള്ള, ശരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, അവർ വ്യത്യസ്തമായ വഴി പോട്ടെ. അതല്ലേ ഈ ലോകത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപോലെ ഇരുന്നാൽ എന്തൊരു വൃത്തികേടായിരിക്കും ഈ ലോകം. കുറച്ച് വ്യത്യസ്തമായ ലോകത്തൊക്കെ പോയി വെഞ്ചർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കുട്ടികളെ വ്യത്യസ്തമായി വിടുക. പണ്ട് മലയാളം പഠിച്ചൊരു കുട്ടിയുണ്ട്. അപ്പോൾ മലയാളം പഠി എന്തോരം ആക്ഷേപമായിരുന്നു ആ കുട്ടിക്ക്. ആ കുട്ടി പിന്നീട് ഇന്ത്യൻ സിവിൽ സർവീസിലെത്തുകയും വളരെ എക്സെപ്ഷണലായിട്ടൊരു ഓഫീസറായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ ആക്ഷേപിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർ മീഡിയോക്കർ ആയതുകൊണ്ട് ഇതുപോലുള്ള എക്സലൻസിനെ ഒന്നും എൻജോയ് ചെയ്യാനോ അതിൻ്റെ ഒന്നും പോസിബിലിറ്റി മനസ്സിലാക്കാനോ അവർക്ക് കഴിവില്ല. അതുകൊണ്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. ആൻഡ് ഫൈനലി ഗ്രാറ്റിറ്റ്യൂഡാണ് ഹാപ്പിനെസ്. നമ്മൾ ഈ സന്തോഷം എന്ന് പറഞ്ഞ് നടന്നാൽ നമുക്കൊരിക്കലും സന്തോഷം കിട്ടത്തില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലൊക്കെ എന്ത് നമുക്ക് അച്ചീവ് ചെയ്താലും ആ കിട്ടിയതിലൊക്കെ ഒരു സന്തോഷം, തൃപ്തി
തൃപ്തി ഒക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. പല കുട്ടികളിലും കാണുന്നൊരു കുഴപ്പം, അവരായിരിക്കുന്നതിൽ അവർക്കൊരു സന്തോഷമില്ല. അവർക്ക് ആവാനുള്ള ആഗ്രഹത്തിലേക്ക് പോകാനുമുള്ള ഒരു ക്വാളിറ്റിയോ അവർക്കില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ ആർ നോട്ട് ഹാപ്പി. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ്. അതിനകത്തൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം. നമ്മൾ എത്രയോ ദൂരം നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നേടി. ഇതിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ്സും ഉണ്ടാവില്ല. നമ്മൾ പൊതുവേ ഇന്ന് സമൂഹത്തിൽ കാണുന്നൊരു കുഴപ്പം, ഒന്ന് ചെയ്യാൻ പറ്റാത്തതിനെ ഓർത്തുള്ള നിരാശ, വേറൊന്ന് നാളത്തെ ഒരു സന്തോഷം കണ്ടെത്താൻ ഒരു എഫേർട്ട് ഇടാൻ ഇന്നും കഴിയുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറേ കൂടെ ഗ്രാറ്റിറ്റ്യൂഡുള്ളവരായി ജീവിക്കാൻ പഠിക്കണം. നമ്മൾ ഇതുവരെയൊക്കെ വന്നതിൽ തന്നെ നമുക്കൊരു നന്ദിയും സന്തോഷവും സ്നേഹവും ഒക്കെ വേണം. ആ നന്ദിയിൽ നിന്നാണ് സന്തോഷം. ആ സന്തോഷമാണ് വീണ്ടും നമ്മളെ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡിനൽ പോയിൻറ്റ്സ് സ്കോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ ജീവിതത്തിൽ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെങ്കിൽ, അതിനുള്ള അച്ചീവ്മെൻറ്റ്സ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണമെങ്കിൽ ഇന്നു വരെ ഉള്ളതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഒരു കുട്ടി എന്നോട് പറഞ്ഞ പോലെ, സാറേ ആ സ്കൂളിംഗ് ആണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഞാൻ പറഞ്ഞു, അല്ല മോനെ, ആ സ്കൂളിംഗ് അല്ല. ആ സ്കൂളിൽ തന്നെ വളരെ ഹാപ്പി ആയിട്ട് പഠിച്ച, അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ട് പഠിച്ച ആൾക്കാരുണ്ട്. നമുക്ക് അത് ശരിയായില്ല. ഓക്കെ, അതിൽ നിന്ന് എന്ത് ലേൺ ചെയ്തു? ആ ഡിഫിക്കൽറ്റിയിലൂടെ പോയപ്പോൾ എന്ത് ലേൺ ചെയ്തു? അപ്പോൾ ആ കുട്ടി അവസാനം പറഞ്ഞത്, ആ 2 കൊല്ലം ഞാൻ അവിടെ ഭയങ്കര ഫൈറ്റ് ഇട്ടു, അതിലൂടെ ഭയങ്കര അതിനെല്ലാം ഞാൻ അതിജീവിച്ചു. ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലേണിംഗ്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ സ്കില്ലൊന്നും നമുക്കുണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ പ്രശ്നങ്ങളുടെ എല്ലാം പുറകിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായാൽ തീർച്ചയായിട്ടും വീണ്ടും അത്തരം ഗ്രാറ്റിറ്റ്യൂഡിനൽ പോയിൻറ്റ് സ്കോർ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ കിട്ടും. അതുകൊണ്ട് എല്ലാം കിട്ടിയിട്ട് സന്തോഷിക്കാനോ എല്ലാം അച്ചീവ് ചെയ്തിട്ട് നമ്മൾ ഹാപ്പി ആകണമെന്നൊന്നും ധരിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഹാപ്പിനെസ് കിട്ടില്ല. നമ്മളിപ്പോൾ ആയിരിക്കുന്ന സ്റ്റേറ്റിനെയൊക്കെ വളരെ നന്ദിയോടെ കരുതാനും ഒക്കെയുള്ള ഒരു മനസ്സ് നമ്മളിൽ ഇപ്പോഴേ രൂപപ്പെടുക. കുട്ടികൾക്കൊക്കെ തീരെ സന്തോഷമില്ല. അവർക്ക് എന്ത് കിട്ടിയിട്ടും ഇനി കിട്ടാനുള്ളതിനെക്കുറിച്ചുള്ള വലിയ ആകാംക്ഷയിലാണ് അവരിയ്ക്കുന്നത്. ഇതൊരു വളരെ അപകടകരമായ പോക്കാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ കാര്യങ്ങളിലൊക്കെ ഒരു നന്ദിയുള്ളവരായിരിക്കാനും, എനിക്കൊരു നല്ല അച്ഛനുണ്ട്, നല്ലൊരു അമ്മയുണ്ട്, നല്ലൊരു സാഹചര്യങ്ങളുണ്ട്, എൻ്റെ മുമ്പിൽ നല്ല ഓപ്പർച്യൂണിറ്റിയുണ്ട്, പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട്. ഇതൊക്കെ തന്നെ വലിയ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും വലിയ കരിയറിലൊക്കെ എത്തണമെങ്കിൽ അതിന് അസോസിയേറ്റ് ചെയ്യുന്ന കുറേ നല്ല ക്വാളിറ്റീസ് കൂടെ നമുക്കുണ്ടാവണം. നമ്മൾ ഈ ലോകത്ത് വിജയിച്ച ആൾക്കാരെല്ലാം കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എലീറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതുകൊണ്ടോ മാത്രം അവർ അച്ചീവേഴ്സ് ആയവരല്ല. അവർക്ക് അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള നല്ല പ്രോമിസിങ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സ്കില്ലുകളും അവരുടെ ആറ്റിറ്റ്യൂഡുമൊക്കെ അവരതിൻ്റെ കൂടെ കൂട്ടിയത് കൊണ്ടാണ്, അത് മനോഹരമായി കംപ്ലീറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ്, അത് മനോഹരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ അത്തരത്തിലുള്ള കൂടുതൽ എൻറിച്ചിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റുകൾ സൃഷ്ടിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇത് നല്ലതെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് അവധി കാലങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ശ്രദ്ധിക്കാനും അവരിൽ അതൊക്കെ പരിപോഷിപ്പിക്കാനും ഒക്കെയുള്ള ഏറ്റവും മനോഹരമായ സമയമാണ്. ഒരു 18 വയസ്സിന് മുമ്പ് അവരിൽ എന്തെല്ലാം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു, അതാണ് പിന്നീടുള്ള ഒരു 50 വർഷത്തിൻ്റെ ക്വാളിറ്റി ആയിട്ട് മാറുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലീവ്.